ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ പൊരിച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ പൊരിക്കാൻ നമുക്കതിലേക്കൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ നാരങ്ങനീരും. നാരങ്ങനീര് അല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചാലും മതി. മസാല നന്നായി ചെമ്മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരമണിക്കൂർ മാറ്റി വെക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഒരു പാൻ ചൂടാക്കി നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീനോട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റണം. ബാക്കിയുള്ള ചെമ്മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ പൊരിച്ചത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെമ്മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കിലോൻ്റെ അടുത്ത് ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ചെമ്മീൻ മസാലയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. 2 പച്ചമുളക് അരിഞ്ഞതും 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി വാടാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കാം. അടപ്പ് മാറ്റിയതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം വേണം ചേർക്കാൻ. ഇനിയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.